നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാത്തോമ ന്യൂസ്. സാക്ഷി നിർമ്മാണത്തിൽ 120 സംവത്സരങ്ങൾ പിന്നിട്ട് മാർത്തോമ സൺഡേ സ്കൂൾ സമാജം. യേശുവിങ്കലേക്ക് വരിക, ഓരോ കുഞ്ഞിനെയും യേശുവിങ്കലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 1905 സ്ഥാപിതമായ സമാജം 13 ഭദ്രാസനങ്ങളിലായി 27 ഡിസ്ട്രിക്റ്റുകളും 90 സെന്ററുകളും 1177 വിദ്യാർത്ഥികളുമായി ദൗത്യസരണിയിൽ അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്നു. 120-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സമാജ നേതൃത്വത്തിൽ പ്രത്യേക സ്തോത്ര പ്രാർത്ഥനയും വിവിധ പരിപാടികളും ഒരുക്കി. സഭയുടെ വിവിധ സൺഡേ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്തോത്ര ശുശ്രൂഷ, ആദരിക്കൽ, അനുഭവങ്ങൾ പങ്കുവെക്കൽ, 120 വർഷത്തിന്റെ അടയാളപ്പെടുത്തലായി വൃക്ഷത്തൈ നടൽ, മെമ്മോറിയൽ വാൾ, ചിത്രരചന തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഇടവക വികാരിമാരും ഹെഡ് മാസ്റ്റർമാരും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ, ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, വൈസ് പ്രസിഡന്റ് ടി.ജി. ജോൺസൺ, ട്രഷറർ മാത്യൂസൺ പി. തോമസ്, അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ സനൽ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ഉളനാട് ബദേൽ മാർത്തോമ പള്ളിയിൽ ചേർന്ന ആഘോഷ പരിപാടികൾ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറൻ ഏബ്രഹാം ഉമ്മൻ, മുൻ കേന്ദ്ര വൈസ് പ്രസിഡന്റും സെന്റർ ഇൻസ്പെക്ടറുമായ പ്രൊഫസർ ജേക്കബ് കോശി, ഹെഡ്മാസ്റ്റർ സഞ്ജിത്ത് എബ്രഹാം തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ MT&EA സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകളിൽ ഉജ്ജ്വല വിജയം. സഭയുടെ 13 സ്കൂളുകളിൽ പരീക്ഷ എഴുതിയ 100% വിദ്യാർത്ഥികളും വിജയിച്ചു. നേരിയ വ്യത്യാസത്തിൽ 2 സ്കൂളുകൾക്ക് 100 മേനി വിജയം നഷ്ടമായി. 272 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. കൊട്ടാരക്കര, വാളകം, തിരുവല്ല, വെൺമണി, കരവാളൂർ, ചെണ്ണപ്പേട്ട, പെരുമ്പാവൂർ, കോട്ടയം, കീഴില്ലം, ഓതറ, ആനപ്രമ്പാൽ, തലവടി എന്നീ സ്കൂളുകളിലാണ് 100 മേനി വിജയം നേടിയത്. പത്തനംതിട്ട മാർത്തോമ സ്കൂളിൽ 99.6%, കുന്നം സ്കൂളിൽ 98.3% കുട്ടികൾ വിജയിച്ചു. കൊട്ടാരക്കര 79, വാളകം 54, പത്തനംതിട്ട 34, തിരുവല്ല 12, വെൺമണി 22, കരവാളൂർ 11, ചെണ്ണപ്പേട്ട 18, പെരുമ്പാവൂർ 18, കോട്ടയം 3, കീഴിലം 1, കുന്നം 7, ഓതറ 9, ആനപ്രമ്പാൽ 4 എന്ന ക്രമത്തിൽ A+ ലഭിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ ബോർഡ് ചെയർമാൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പയും മാനേജർ കുരുവിള മാത്യുവും അഭിനന്ദിച്ചു. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ ഉടമസ്ഥതയിൽ കുമ്പനാട് കടപ്രയിൽ കൗൺസിലിംഗ്, ഡി അഡിക്ഷൻ, കുടുംബ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നിർമ്മിച്ച പുതിയ കേന്ദ്രത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. പൊതുസമ്മേളനം മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ എബി മാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസുൽ സക്രിയ, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, പഞ്ചായത്ത് അംഗം ബിജു വർക്കി, ജനറൽ കൺവീനർ സി തോമസ്, ഡയറക്ടർ റവറൻ കെ ഷിബു എന്നിവർ പ്രസംഗിച്ചു. 2007 പത്മശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി കരിപ്പുറത്ത് പുത്തൻപറമ്പിൽ ജാക്ക് ഫിലിപ്പും കുടുംബവും ഭദ്രാസനത്തിന് സൗജന്യമായി നൽകിയ 25 സെന്റ് സ്ഥലത്ത് 400 ചതുരശ്ര അടി വിസ്തീർണം ഉള്ള കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിന്റെ തീഷ്ണതയും കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണവും കണക്കിലെടുത്ത് 6500 ചതുരശ്ര അടി വിസ്തൃതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ കൗൺസിലിംഗ് റൂം, കിടത്തി ചികിത്സിക്കുന്നതിനുള്ള മുറികൾ, ചാപ്പൽ, കോൺഫറൻസ് റൂം, വൈദിക മന്ദിരം എന്നിവ ഉൾപ്പെടുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ പരീക്ഷയിൽ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ കീഴിലുള്ള പെരുമ്പാവൂർ മാർത്തോമ കോളേജിന് തിളക്കമാർന്ന വിജയം. വിവിധ വിഷയങ്ങളിൽ 8 പേർക്ക് റാങ്ക് ലഭിച്ചു. ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി വിഭാഗത്തിൽ പി മീനാക്ഷി വിനീത്, AS ഫാത്തിമ, PS കൃഷ്ണേന്ദു, PS അദില എന്നിവർ യഥാക്രമം 3, 5, 6, 10 റാങ്കുകൾ പങ്കിട്ടു. BA ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കോഴ്സിൽ S സഞ്ജനയ്ക്ക് 1ാം റാങ്ക് ലഭിച്ചു. ആമിന ഫാത്തിമ, KK അഫ്ന മോൾ, സന്ധ്യ ഷാജി എന്നിവർക്കാണ് 4, 5, 6 റാങ്കുകൾ. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ആഷ്ന വാഹിദ്, ഫാത്തിമ കരീം, CS അനഗ, ഷബ്ന സുനീർ,
സി ശ്രീലക്ഷ്മി എന്നിവർ മികച്ച വിജയം നേടി. വിജയിച്ച വിദ്യാർത്ഥികളെയും നേതൃത്വം നൽകിയ അധ്യാപകരെയും സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ അനുമോദിച്ചു. തിരുവല്ല നിക്കോൾസൺ സ്കൂൾ ക്യാമ്പസിലെ 5 ഏക്കർ ഭൂമിയിൽ പഴവർഗ തോട്ടമൊരുക്കാനുള്ള പ്രവൃത്തികൾക്ക് ആരംഭമായി. ക്യാമ്പസിലെ പാഴ്മരങ്ങൾ നീക്കം ചെയ്ത് റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പേര, സപ്പോട്ട, മിൽക്ക് ഫ്രൂട്ട്, അബിയു തുടങ്ങിയവ ഉൾപ്പെടുന്ന ഫലവൃക്ഷ തോട്ടമാണ് ഒരുക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം സാങ്കേതിക സഹായം നൽകുന്നു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. തരിശുഭൂമികളെ വിളഭൂമിയാക്കി മാറ്റുക എന്നത് സഭയുടെ ഉത്തരവാദിത്തമാണെന്ന് മെത്രാപ്പോലിത്ത ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, സ്കൂൾ മാനേജർ ഗീത ടി ജോർജ്, പ്രിൻസിപ്പൽ മെറിൻ മാത്യു, ഗവേണിംഗ് ബോർഡ് അംഗങ്ങളായ ഗീത മാത്യു, ടിജു എം ജോർജ്, കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ CP റോബർട്ട്, സ്കൂൾ ചാപ്ലൈൻ റവറന്റ് പ്രകാശ് എബ്രഹാം, കാർഡ് ഡയറക്ടർ റവറന്റ് ഷിബു സാമുവേൽ, കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റിൻസി കെ എബ്രഹാം, ഡോക്ടർ വിനോദ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ സ്മാരക പ്രഭാഷണം മെയ് 18 ഞായറാഴ്ച കുറിയന്നൂർ സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തും. വൈകുന്നേരം 4 മണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തുമെന്ന് സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ അറിയിച്ചു. ആലപ്പുഴ വിയപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായി കത്തിയെരിഞ്ഞ നിർധന കുടുംബത്തിന് ആശ്വാസമായി മാർത്തോമാ സഭയുടെ അഭയ പദ്ധതിയിൽ വീടൊരുങ്ങി. മെയ് 19 തിങ്കൾ വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത വീടിന്റെ സമർപ്പണം നിർവഹിക്കും. മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ 76ാം ജന്മദിന സമ്മാനമായാണ് ഇവർക്കായി പുതിയ വീട് ഒരുക്കിയത്. മെത്രാപ്പൊലീത്തയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭയായി ആവിഷ്കരിച്ച ഭവന പദ്ധതിയാണ് അഭയ. പദ്ധതിയിൽ ഇതുവരെ 104 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. വിയപുരത്ത് നിർധന കുടുംബത്തിന്റെ വീട് കത്തിച്ചാമ്പലായ വാർത്ത അറിഞ്ഞ മെത്രാപ്പൊലീത്ത കുടുംബത്തെ സന്ദർശിക്കുകയും അഭയ പദ്ധതിയിൽ വീട് നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. 5 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. പലകകൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകളും തകരപ്പാളികളാലുള്ള മേൽക്കൂരയും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ, പാചക സാമഗ്രികൾ, വസ്തുസംബന്ധമായ രേഖകൾ, വ്യക്തിപരമായ രേഖകൾ തുടങ്ങിയവയെല്ലാം എരിഞ്ഞടങ്ങി. ഗൃഹനാഥൻ പെയിന്റിംഗ് ജോലിക്കും ഭാര്യ ഹരിപ്പാടുള്ള ഒരു ചെറിയ തുണിക്കടയിൽ ജോലിക്കും SSLC പരീക്ഷയ്ക്ക് തയ്യാറാവുകയായിരുന്ന മകൾ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സ്കൂളിലും ആയിരുന്നതിനാൽ ആളപായം ഒഴിവായി. മകളുടെ പഠനോപകരണങ്ങളെല്ലാം അഗ്നിക്ക് ഇരയായി. അടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു കുടുംബം. 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള, ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ വീട്. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ അടൂർ യൂത്ത് സെന്ററിൽ സംഘടിപ്പിച്ച ദശദിന പഠനക്കളരി ഇന്റൻസീവ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സമാപിച്ചു. സമാപന സമ്മേളനം മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും കൂടെയുള്ള ദൈവിക സാന്നിധ്യം തിരിച്ചറിയുകയും പ്രതികരിക്കുകയും വേണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വികാരി ജനറൽ വെരി റവറന്റ് KV ചെറിയാൻ, യുവജന സഖ്യം ജനറൽ സെക്രട്ടറി റവറന്റ് ബിനോയ് ഡാനിയൽ, അസിസ്റ്റന്റ് സെക്രട്ടറി റവറന്റ് മിഥുൻ K ചാക്കോ, ഷൈനു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. പഠനകളരിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മാർ സെറാഫീം എപ്പിസ്കോപ്പ നിർവഹിച്ചു. മാർത്തോമാ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ഹരിപ്പാട് കാവൽ ഓഡിറ്റോറിയത്തിൽ നടത്തിവരുന്ന ഉണർവ് യോഗത്തിന്റെ 100ാമത് യോഗം ജൂൺ 3 കാവൽ ഓഡിറ്റോറിയത്തിൽ നടത്തും. ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സുവിശേഷകൻ ബാബു തേക്കുംതോട് പ്രസംഗിക്കും. മാർത്തോമാ ചർച്ച് ആനിമേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഉയിർ ടീനേജ് ക്യാമ്പ് ഐരൂർ ഹോളിസ്റ്റിക് സെന്ററിൽ ആരംഭിച്ചു. ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി കണ്ടെത്തുന്നതിന് വിദ്യാർത്ഥികളെ സഹായിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. വിവിധ സെഷനുകൾക്ക് ആനിമേഷൻ സെന്റർ ട്രെയിനിംഗ് ടീം അംഗങ്ങളായ അഡ്വക്കേറ്റ് റെനി K ജേക്കബ്, ജോൺസൺ സാമുവേൽ, ലവിൻ K ചെറിയാൻ, GB തോമസ് കുരുവിള, അപ്പു ജോസഫ് ചാക്കോ, നെസി തോമസ്, ലിജോ വർഗീസ്, അക്സ രഞ്ജു, ഡോക്ടർ സരിത വർഗീസ്, ജോയൽ വർഗീസ്, ജെഫ്നം തോമസ്, സുജിൻ കുര്യൻ, റവറന്റ് ഫിലേമോൻ കോശി, റവറന്റ് ജിതിൻ മാത്യൂസ് എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത കുഞ്ഞുങ്ങളുമായി നടത്തിയ സംവാദം വേറിട്ട അനുഭവമായി. മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിന്റെയും DSMCയുടെയും ആഭിമുഖ്യത്തിൽ ദിവ്യ സംഗീതോത്സവം, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആരാധനാ ഗീതങ്ങളുടെ മത്സരം 2025 മെയ് മാസം 17-ാം തീയതി രാവിലെ 9 മണി മുതൽ DSMCയിൽ വെച്ചും തുടർന്ന് പൊതുസമ്മേളനം 11 മണി മുതൽ VGM ഹാളിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്.
വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ 30ഓളം ജൂനിയർ സീനിയർ ടീമുകൾ പങ്കെടുക്കും. സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യു, DSMC ഡയറക്ടർ റവറൻ ഉമ്മൻ കെ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സുറിയാനി സഭയുടെ ഇടവകകളിൽ മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച ദിവ്യസംഗീത ഞായറായി വേർതിരിച്ചിരിക്കുന്നു. ഗായക സംഘങ്ങളുടെ പ്രതിഷ്ഠയും പ്രത്യേക ശുശ്രൂഷകളും അന്നേ ദിവസം നടത്തപ്പെടുന്നതാണ്. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ശാലോം.